നമ്മുടെ നാട്ടിൽ മഴക്കാലം എത്തുമ്പോൾ അത് പ്രകൃതിയുടെ അനുഗ്രഹം മാത്രമായി ഒതുങ്ങാറില്ല, മറിച്ച് ഒട്ടേറെ അദൃശ്യ ശത്രുക്കളുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ആ കാലയളവ് സമ്മാനിക്കുന്നത്. സമീപകാലത്ത് രാജ്യത്തിന്റെ രണ്ട് വിരുദ്ധ കോണുകളിൽ നിന്നും വരുന്ന വാർത്തകൾ ആരോഗ്യ മേഖലയെയും സാധാരണക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുകയാണ്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻഫ്ലുവൻസ വൈറസ് അതിവേഗം പടർന്നു പിടിച്ച് ജീവനുകൾ അപഹരിക്കുമ്പോൾ പശ്ചിമേന്ത്യയിൽ ഗുജറാത്തിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ചണ്ഡിപുര വൈറസ് എന്ന മാരക രോഗം കുരുന്നുകളുടെ ജീവനെടുക്കുകയാണ്. ഈ രണ്ട് വ്യത്യസ്ത രോഗങ്ങളും അവയുടെ വ്യാപന രീതികളും നമ്മുടെ ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ വൈറസുകൾ ഇത്രത്തോളം അപകടകാരി ആകുന്നതെന്നും അവയെ പ്രതിരോധിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കേവലം ഒരാഴ്ചക്കിടെ ഇൻഫ്ലുവൻസ വൈറസ് ബാധിച്ച് സംസ്ഥാനത്ത് 10 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. H1N1 അതുപോലെ H3N2 എന്നീ വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് ജനങ്ങളെ കൂടുതലായും ബാധിച്ചിരിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ഈ വർഷം ഇതുവരെ ഇൻഫ്ലുവൻസ പിടിപെട്ട 6650 പേരിൽ 77 പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ അടുത്തിടെ 56-കാരിയായ ഒരു സ്ത്രീ H1N1 ബാധിച്ചു മരിച്ചത് ആരോഗ്യ വകുപ്പിനെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പനിയായി വന്ന് ദിവസങ്ങൾക്കുള്ളിൽ മാറേണ്ട ഒരു രോഗം എങ്ങനെ ഇത്രത്തോളം മാരകമാകുന്നു എന്നതിന് ആരോഗ്യ വിദഗ്ധർക്ക് കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. പ്രധാനമായും വൈറസുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനിതക വ്യതിയാനമാണ് ഇതിനൊരു മുഖ്യ കാരണം. കാലാവസ്ഥയിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കൊപ്പം വൈറസുകൾ കൂടുതൽ കരുത്താർജിച്ചതോടെ അവയുടെ വ്യാപന ശേഷിയും പ്രഹരശേഷിയും ഗണ്യമായി വർദ്ധിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മഴക്കെടുതികൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും ശേഷം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത് ഈ രോഗവ്യാപനത്തിന് വലിയൊരു കാരണമാകുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചു കഴിയുന്ന ഇത്തരം ക്യാമ്പുകളിൽ വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് വളരെ വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ചുമ, തുമ്മൽ എന്നിവയിലൂടെ പുറത്തെത്തുന്ന സ്രവങ്ങളിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം വ്യക്തി ശുചിത്വവും മാസ്ക് ഉപയോഗവും കർശനമാക്കിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾ, പ്രായമായവർ, പ്രമേഹം, ആസ്മ, ഹൃദ്രോഗം തുടങ്ങിയ മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് ഇൻഫ്ലുവൻസ കൂടുതൽ വേഗത്തിൽ വില്ലനായി മാറുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ജനങ്ങൾക്കിടയിൽ മാസ്ക് ഉപയോഗിക്കുന്നതിലും വർഷാവർഷം എടുക്കേണ്ട ഫ്ലൂ വാക്സിനുകൾ സ്വീകരിക്കുന്നതിലും വന്ന വലിയ അലംഭാവം ഇൻഫ്ലുവൻസയുടെ ഈ അപ്രതീക്ഷിത തിരിച്ചുവരവിന് ഒരു പ്രധാന കാരണമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടുന്നതിന് പകരം അതെല്ലാം അവഗണിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ വലിയ പ്രശ്നങ്ങളിലേക്കും വെന്റിലേറ്റർ സഹായം വേണ്ടിവരുന്ന അവസ്ഥയിലേക്കും രോഗികളെ എത്തിക്കുന്നു. കേരളം ഇൻഫ്ലുവൻസയോട് പൊരുതുമ്പോൾ ഗുജറാത്തിൽ നിന്നെത്തുന്ന വാർത്തകൾ ഏവരെയും സങ്കടപ്പെടുത്തുന്നതാണ്. ഈ വർഷം ജൂലൈ മുതൽ ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച ചണ്ഡിപുര വൈറസ് ഇതിനോടകം 22 കുട്ടികളുടെ ജീവനാണ് കവർന്നെടുത്തത്. 180-ലധികം പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലായപ്പോൾ അതിൽ 35ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ വിലയിരുത്താനും സംസ്ഥാനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാനുമായി നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമിനെ ഗുജറാത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. സാധാരണ പനിയിൽ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ അതിഗുരുതരമായ മസ്തിഷ്ക ജ്വരമായി മാറി ജീവൻ അപഹരിക്കുന്ന അത്യന്തം അപകടകാരിയായ ഒരു വൈറസാണിത്. ഓരോ മഴക്കാലത്തും ഇത്തരം വാർത്തകൾ നാം കേൾക്കാറുണ്ടെങ്കിലും ചണ്ഡിപുര വൈറസ് ഒരു പുതിയ വില്ലനല്ല. 1965-ൽ മഹാരാഷ്ട്രയിലെ ചണ്ഡിപുര എന്ന ഗ്രാമത്തിലാണ് ഈ വൈറസിന്റെ സാന്നിധ്യം ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ വൈറസിന് ആ പേര് ലഭിച്ചതും. റേബീസ് വൈറസ് ഉൾപ്പെടുന്ന റാബ്ദോവിറിഡെ എന്ന വലിയ വൈറസ് കുടുംബത്തിലെ ഒരംഗമാണ് ചണ്ഡിപുര വൈറസ്. ഈ വൈറസ് പ്രധാനമായും പകരുന്നത് മണലീച്ച അഥവാ സാൻഡ് ഫ്ലൈ എന്ന് വിളിക്കുന്ന ഒരുതരം ചെറു കീടങ്ങൾ കടിക്കുന്നതിലൂടെയാണ്. കൊതുകുകളേക്കാൾ വളരെ ചെറിയ ഈ ഈച്ചകൾ മഴക്കാലത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയിലും ഈർപ്പത്തിലും അതിവേഗം പെരുകുന്നു. വീടുകളുടെ ചുവരുകളിലെ വിള്ളലുകൾ, കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, വീടിനോട് ചേർന്നുള്ള മൃഗപരിപാലന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇവയ്ക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത്. ഡൽഹി ഫോർട്ടീസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം സീനിയർ ഡയറക്ടർ ഡോക്ടർ വിവേക് ജെയിൻ നൽകുന്ന മുന്നറിയിപ്പ് ഇവിടെ വളരെ പ്രസക്തമാണ്. വിള്ളലുകളുള്ള മൺവീടുകളും ശാസ്ത്രീയമല്ലാത്ത കൊതുക് ഈച്ച നിവാരണ പ്രവർത്തനങ്ങളും രോഗവ്യാപനത്തിന്റെ ആക്കം കൂട്ടുന്നുവെന്നും അടിസ്ഥാനപരമായ ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്താതെ ഇത്തരം കാലികമായ രോഗവ്യാപനങ്ങൾ തടയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സംയുക്തമായി ഈ വൈറസിന്റെ ഉറവിടത്തെക്കുറിച്ചും പകരുന്ന രീതികളെക്കുറിച്ചും വ്യാപകമായ പഠനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചണ്ഡിപുര വൈറസ് അണുബാധയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന
സവിശേഷതകളിലൊന്ന് അത് പ്രധാനമായും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അതിഗുരുതരമായി ബാധിക്കുന്നത് എന്നാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ പ്രതിരോധ ശേഷിയും നാഡീവ്യൂഹങ്ങളും പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ അതിവേഗം പെരുകുന്ന ഇത്തരം വൈറസുകൾക്ക് മുന്നിൽ അവരുടെ ശരീരം പെട്ടെന്ന് കീഴടങ്ങുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ വളരെ പെട്ടെന്നാണ് ഈ വൈറസ് കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കുന്നത്. കടുത്ത പനി, കടുത്ത തലവേദന, ഛർദി തുടങ്ങിയവയിൽ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ മസ്തിഷ്ക വീക്കത്തിലേക്ക് ഇത് നയിക്കുന്നു. ഇത് അബോധാവസ്ഥയിലേക്കും തുടർച്ചയായുള്ള അപസ്മാരത്തിലേക്കും നയിക്കുകയും 48 മുതൽ 72 മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. 50%-ലധികമാണ് ഈ രോഗത്തിന്റെ മരണനിരക്ക് എന്നത് സ്ഥിതിഗതികളുടെ തീവ്രത വ്യക്തമാക്കുന്നു. കുട്ടികൾ കൂടുതൽ സമയവും വീട്ടിന് പുറത്ത് കളിക്കാനും മറ്റും ചെലവഴിക്കുന്നത് മണലീച്ചകളുടെ കടിയേൽക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. പോഷകാഹാരക്കുറവും തിങ്ങിപ്പാർക്കുന്ന ചുറ്റുപാടുകളും വൈകിയുള്ള ചികിത്സയും രോഗം കൂടുതൽ സങ്കീർണമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ ചണ്ടിപുര വൈറസിനെ പ്രതിരോധിക്കാൻ പ്രത്യേകമായി ഒരു വാക്സിനോ അല്ലെങ്കിൽ കൃത്യമായ ആന്റിവൈറൽ മരുന്നുകളോ ലോകത്തിൽ ലഭ്യമല്ല എന്നതാണ് മറ്റൊരു വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ എത്രയും വേഗം ആശുപത്രികളിൽ എത്തിച്ച് അവർക്ക് ആവശ്യമായ തീവ്ര പരിചരണവും മറ്റ് ജീവൻ രക്ഷാ ചികിത്സകളും നൽകുക എന്നത് മാത്രമാണ് ഡോക്ടർമാരുടെ മുന്നിലുള്ള ഏക പോംവഴി. പനിയോടൊപ്പം കുട്ടിയിൽ സ്വഭാവ വ്യതിയാനങ്ങളോ അമിതമായ മയക്കമോ അപസ്മാരമോ കണ്ടാൽ ഒട്ടും വൈകാതെ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അശ്രദ്ധ പോലും വലിയൊരു ദുരന്തത്തിലേക്കാകും ഇവിടെ നയിക്കുക. ഇന്ത്യൻ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസയും ചണ്ടിപുര വൈറസും നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. വൈറസുകൾക്ക് സംഭവിക്കുന്ന ജനിതക മാറ്റങ്ങളും മാറുന്ന കാലാവസ്ഥയും മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയായി തുടരും. ചണ്ടിപുര വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം മണലീച്ചകളുടെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ്. കുട്ടികൾക്ക് ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, ചുവരുകളിലെ വിള്ളലുകൾ അടയ്ക്കുക, മൃഗങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി കീടനാശിനികൾ തളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇൻഫ്ലുവൻസയെ നേരിടാൻ വർഷാവർഷം എടുക്കേണ്ട ഫ്ലൂ വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണം സർക്കാർ തലത്തിൽ കൂടുതൽ ഊർജിതമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രോഗങ്ങൾ വരുമ്പോൾ മാത്രം ചികിത്സ തേടുന്ന രീതിക്ക് പകരം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്ന ഒരു സമൂഹമായി നാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് നാം ഉണ്ടാക്കിയെടുക്കുന്ന നഗരവൽക്കരണങ്ങൾക്കിടയിലും അടിസ്ഥാനപരമായ ആരോഗ്യ ശുചിത്വ ശീലങ്ങൾ നാം മറന്നുപോകുകയാണ്. മാലിന്യ സംസ്കരണം എന്നത് കേവലം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അത് ഓരോ പൗരന്റെയും കടമയാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഴക്കാലം പകർന്നു നൽകുന്ന കുളിർമയ്ക്കൊപ്പം പടർന്നു പിടിക്കുന്ന ഇത്തരം മാരക രോഗങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തവും ജാഗ്രതയും അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയും ശാസ്ത്രീയമായ മുൻകരുതലുകളിലൂടെയും മാത്രമേ ഭാവിയിൽ ഇത്തരം മഹാമാരികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.